ഹായ് ഫ്രണ്ട്സ്, അപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ക്ലോക്ക്, റിമോട്ട് എന്നിവയിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയിൽ ചാർജ് തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മളത് കളയാറാണ് ചെയ്യാറുള്ളത്. പക്ഷേ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് കുറച്ച് നാൾ കൂടെ ആ ഒരു ബാറ്ററി ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം നമ്മൾ ചൂടാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. അത് ഗ്യാസിൽ വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഇതേപോലൊരു കുപ്പി ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇച്ചിരി ഏതെങ്കിലും ഒരു ഗ്ലാസ്സിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം, ചൂടായിട്ടുള്ള വെള്ളം നിറച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് ഒന്ന് കലക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി ഉപ്പ് അലിയിച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ ഏത് ബാറ്ററിക്കാണോ ചാർജ് കുറവായിട്ടുള്ളത് ആ ഒരു ബാറ്ററി ഈ ഒരു വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിയുടെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ബാറ്ററിയുടെ നെഗറ്റീവ് ഭാഗത്തു നിന്നും കുമിളകൾ പോലെ പൊങ്ങിയിരിക്കുന്നത്. അതിങ്ങനെ അതിന് ശേഷം നമ്മുടെ വെള്ളത്തിൻ്റെയും കളറിന് നല്ല വ്യത്യാസം ഉണ്ടാവും. നമുക്കൊരു 10-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ബാറ്ററി നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി പുറത്തെടുക്കണം. ബാറ്ററിയിൽ ഈർപ്പമുണ്ടെങ്കിൽ നമ്മുടെ തുരുമ്പടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് നല്ലപോലെ തുടച്ചെടുക്കണമെന്ന് പറഞ്ഞത്. ഇനി നമുക്കിത് നമ്മുടെ ക്ലോക്കിലൊന്ന് ഇട്ട് നോക്കാം. നിങ്ങളുടെ വീട്ടിലെ ബാറ്ററി നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കി എൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം എനിക്ക് കമൻറ്റിലൂടെ അറിയിച്ചു തരണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലോട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. എനിക്ക് കിട്ടിയ ഈ ഒരു റിസൾട്ട് ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.